ഹലോ സിറ്റി ഹോസ്പിറ്റൽ. അതെ, നിങ്ങൾ ഓൺ ഡ്യൂട്ടി ഡോക്ടറെ കാണേണ്ടി വരും. പിന്നെ അതെ, ഫോം ഫിൽ ചെയ്യേണ്ടി വരും. ലിസൺ, എനിക്ക് ഡോക്ടർ ഗൈനക് എന്താ പേര് ഡോക്ടർ സീമയെ കാണണം. ഒരു മിനിറ്റ് പ്ലീസ്. പറയൂ. ID പ്രൂഫും വേണം, അഡ്രസ് പ്രൂഫും വേണം. ഓക്കെ, 3 ദിവസം കഴിഞ്ഞിട്ടുള്ള അപ്പോയിന്റ്മെന്റ് തരാം. ഓക്കെ. എക്സ്ക്യൂസ് മീ, ഹലോ. എനിക്ക് ഡോക്ടർ സീമയുടെ അപ്പോയിന്റ്മെന്റ് വേണം. സോറി മാം, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരേണ്ടി വരും. പിന്നെ എമർജൻസിയുടെ കാര്യം വേറെയാണ്. അതെ, എമർജൻസി പോലെ തന്നെയാ. ഇന്നലെ രാത്രി ഡോക്ടറിനെ ചെക്ക് ചെയ്തിരുന്നു. അവർക്ക് അറിയാം ഇത് വളരെ അർജന്റ് കേസാണ്. പക്ഷെ മാം, അടുത്ത 3 ദിവസത്തേക്ക് മാഡത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഡയറി ഫുൾ ആണ്. നിങ്ങൾക്ക് അത് കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് കിട്ടൂ. നോക്ക്, നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. എമർജൻസി കേസാണ്. 3 ദിവസം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ പോലെയുള്ള ആളുകളെ എനിക്ക് നന്നായി അറിയാം. ഇവിടെ വന്ന് മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കലോ, മേക്കപ്പ് ചെയ്യാൻ സമയമുണ്ട്, സ്വന്തം ജോലി ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ ഡോക്ടറെ വിളിച്ച് പറയും ഷെർലിൻ വന്നിട്ടുണ്ടെന്ന്. അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. മാം, നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? അവരിപ്പോ വളരെ ബിസിയാണ്. നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റില്ല. അല്ല, നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തെ? അറിയില്ല ഡോക്ടർ സീമ എന്താ ചെയ്തതെന്ന്. അവരുടെ ചെക്കപ്പിന് ശേഷം എനിക്ക് പെയിൻ ഉണ്ട്, കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? എന്നിട്ടാണോ എന്നെ തടയുന്നത്? ഹൗ ഡെയർ യു! മാം, ഞാൻ പറഞ്ഞില്ലേ, അടുത്ത 3 ദിവസത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് നൽകാനാവില്ല. ആൻഡ് ദാറ്റ്സ് ദ ഹോസ്പിറ്റൽ റൂൾ. എനിക്കൊന്നും ചെയ്യാനാവില്ല. എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം ഇപ്പോ. ഡോക്ടർ സീമ ഇപ്പോ മെറ്റർനിറ്റി വാർഡിലേക്ക് പോയിരിക്കുക. എക്സ്ക്യൂസ് മീ, ഹലോ. ഏയ്, സോറി, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. സോറി ഭാവന, അത് എന്ത് പറ്റി? എന്താ ഇത്ര അപ്സെറ്റ് ആയിരിക്കുന്നത്? എന്ത് പറയാനാ, ഈ ഹൈഫൈ സൊസൈറ്റിയിലെ പെൺകുട്ടികൾ എന്തുമാത്രം ആറ്റിറ്റ്യൂഡാ കാണിക്കുന്നത്. അവരുടെ വിചാരം ഹോസ്പിറ്റൽ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നാ. ഡോക്ടേഴ്സ് അവരുടെ സർവൻസ് എന്ന വിചാരം. കോൾ ചെയ്യാതെ തന്നെ അങ്ങ് കയറി വരും. ഡോക്ടേഴ്സ് അവരുടെ പണി വിട്ടിട്ട് ഇവർക്കാ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. ദാ കണ്ടില്ലേ ആ പെൺകുട്ടിയെ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഡോക്ടർ സിമ മെറ്റർനിറ്റി വാർഡിൽ ഇപ്പോ ബിസി ആണെന്ന്. ബട്ട് എന്നിട്ടും കാണാൻ വാശി പിടിക്കുക. ഐ നോ, അതായത് ഇത്തരം ആളുകളുമായി ഡീൽ ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നിങ്ങളൊക്കെ സമ്മതിക്കണം. എനിവേ, ഇവിടെ മിസ്സിസ് ഭവാനി നമ്പിയുടെ എക്സ്റേ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? ഞാനത് എടുക്കാൻ വന്നതാ. ഒരു സെക്കൻഡ്. ഷോ. അയ്യോ, താക്കോല് ഞാൻ സിസ്റ്റർ അനീതയ്ക്ക് കൊടുത്തല്ലോ. അവരത് കൊണ്ടുപോയെന്ന് തോന്നുന്നു. സിസ്റ്റർ അനീത? ആക്ച്വലി ഞാൻ ഇന്നലെ രാത്രി കണ്ടതാ. കുറെ പുതിയ നേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, അവര് പുതിയതായിട്ട് വന്നതാ. അവരിപ്പോ ഡോക്ടർ സീമയുടെ കൂടെ മെറ്റർനിറ്റി വാർഡിലേക്ക് പോയിരിക്കുക. ഞാൻ പോയി താക്കോല് വാങ്ങിട്ട് വരാം. വേണ്ട വേണ്ട, യു ഡോണ്ട് ഗോ. ഇവർ അറ്റൻഡ് ചെയ്യും, ഞാനത് എടുത്തോണ്ട് വരാലോ. ഡോണ്ട് വരി. എനിക്ക് എന്തായാലും ഡോക്ടർ സീമയെ കാണണം. ഞാൻ എന്തിനാ വല്ല നഴ്സിനോടൊക്കെ പറയുന്നേ ഞാൻ പ്രഗ്നന്റ് ആണെന്ന്? എന്തായാലും ഡോക്ടർ ബിസി ആയത് നന്നായി. ഇല്ലെങ്കിൽ നമ്പ്യാർ ഹൗസിലേക്ക് വിളിച്ച് പറഞ്ഞേനെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. പിന്നെ ഇവർക്ക് പൈസ വാങ്ങാൻ ഇൻട്രസ്റ്റും ഇല്ല. അല്ലെങ്കിൽ ഇവര് നമ്പ്യാരുമായി സൗഹൃദം സ്ഥാപിച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തേനെ. എനിക്കവരെ കണ്ടിട്ട് ചോദിച്ചേ പറ്റൂ ഇനി എന്ത് ചെയ്യണമെന്ന്. എക്സ്ക്യൂസ് മീ, ഡോക്ടർ സീമ എവിടെ? അവര് അവസാനത്തെ ബെഡിന് എടുത്തുണ്ട് മാം. നിങ്ങൾ ചുമ്മാ പേടിച്ചതാ. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ കുഞ്ഞ് നന്നായി തന്നെ ഇരിക്കുന്നുണ്ട്. ഹായ് ഡോക്ടർ. നിങ്ങളോ? എന്താ കാര്യം? അത് ഡോക്ടർ, നിങ്ങൾ എന്നെ ഇപ്പൊ തന്നെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് വളരെ അൺഈസിയായി ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. ആദ്യത്തെ ബേബിയല്ലേ, അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കൂ. നിങ്ങൾ ഇന്നലെ രാത്രിയല്ലേ ചെക്കപ്പ് ചെയ്തത്? എല്ലാം നോർമലാണ്. നിങ്ങൾ വീട്ടിലെല്ലാവരോടും പറഞ്ഞതാണോ? ഐ മീൻ, എല്ലാം ഓക്കെ അല്ലേ? വീട്ടില് എല്ലാം ഓക്കെയാണ്. പക്ഷെ ഡോക്ടർ, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എന്റെ കൂടെ വരേണ്ടി വരും. നിങ്ങൾ എന്നെ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വരൂ. ഇല്ല ഇല്ല, ഇന്ന് പറ്റില്ല. ഇന്ന് എൻ്റെ അടുത്ത് ഒട്ടും തന്നെ സ്പെയർ ടൈം ഇല്ല. ഡോക്ടർ, നിങ്ങൾക്ക് എന്നോട് ഇത്തരത്തിൽ സംസാരിക്കാനാവില്ല. ഞാൻ നമ്പ്യാർ വീട്ടിലെ ഭാവി മരുമകളാണ്. അവിടുത്തെ എല്ലാ കാര്യവും വിട്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങളെ കാണാനാ. അപ്പോ ഐ മീൻ ടു സേ ഡോക്ടർ, എന്റെ ആരോഗ്യം വളരെ മോശമാവുന്നുണ്ട്. പ്ലീസ് എന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ വളരെ പരിഭ്രമത്തിലാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. 2 മിനിറ്റ് നേരത്തേക്കെങ്കിലും മനസ്സമാധാനമായി ഇരിക്കാൻ കഴിയുന്നില്ല. ബട്ട് ബിലീവ് മീ, ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ വളരെ നോർമലാണ് പ്രഗ്നൻസിയിൽ. നിങ്ങൾ സ്ട്രെസ് എടുക്കാതിരിക്കൂ.
നേഴ്സ് അനിത എവിടെയാണെന്ന് അറിയാമോ? ഏറ്റവും അവസാനത്തെ ബെഡിൽ ഡോക്ടർ സീമയുടെ കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരൂ. അതിനുശേഷം എന്റെ എല്ലാ ഹോർമോണും നന്നായി വർക്ക് ചെയ്യും. അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഓക്കെ ഫൈൻ, നാളെ 1.5 മണിക്കുള്ള അപ്പോയിന്റ്മെന്റ് ഞാൻ തരാം. പക്ഷെ പ്ലീസ് ലേറ്റ് ആവാൻ പാടില്ല. പിന്നെ ഇതത്ര നിസ്സാരമായിട്ടും കാണണ്ട, കാരണം ഞാൻ എൻ്റെ ലഞ്ച് ടൈമാണ് തരുന്നത്. നിങ്ങൾ പുറത്തു പോകൂ, എന്നിട്ട് അവിടെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യിക്കൂ. അനീത, ഇവിടെ റിസപ്ഷനിലെ പേഷ്യൻസിന്റെ എക്സ്റേ റിപ്പോർട്ട് വെക്കുന്ന ഒരു ഡ്രോർ ഇല്ലേ, അതിന്റെ ചാവി നിങ്ങളുടെ കൈ പെട്ടെന്നാ തോന്നുന്നേ. എന്റെ കയ്യിലോ? ക്യാൻ യു പ്ലീസ് ചെക്ക് വൺസ്? യാ, പക്ഷെ അത് എന്റെ കയ്യിലുണ്ട്. ജസ്റ്റ് എ മിനിറ്റ് ഡോക്ടർ, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, വരും. കണ്ടോ, കിട്ടിയില്ല എനിക്ക് അപ്പോയിന്റ്മെന്റ്. നീ വെറുതെ എന്നെ തടഞ്ഞു നിർത്തിയതാ. നിനക്കിവിടെ ജോലി ചെയ്യുന്നതിനല്ലേ പൈസ കിട്ടുന്നത്, ടൈം പാസിനല്ലല്ലോ. നീ എന്നോടെന്താ പറഞ്ഞത്? ഡോക്ടർ ബിസി ആണെന്നല്ലേ, 3 ദിവസത്തേക്ക് അപ്പോയിന്റ്മെന്റ് ഫുൾ ആണെന്ന്. പക്ഷെ ഡോക്ടർ എനിക്ക് ഇന്നത്തെ അപ്പോയിന്റ്മെന്റ് ആണല്ലോ തന്നത്. ഈ കാര്യം നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ? കാരണം ഞാൻ ഷെർലിനാ. ഇനി മേലാൽ എന്നെ തടയാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നീ വിവരം അറിയും. മനസ്സിലായോ? എന്റെ ദൈവമേ, എന്ത് സ്വഭാവം ഇത്! താങ്ക് യു സോ മച്ച്. പെർഫെക്റ്റ്. ഓക്കെ ഭാവന. ഡോക്ടർ പ്രീത, റിസീവിംഗ് രജിസ്റ്ററിൽ ഒന്ന് സൈൻ ചെയ്തേക്കാവോ? ഷുവർ. ഷെർലിൻ, ഒരു മിനിറ്റ്, ഇത് മെറ്റർനിറ്റി പേഷ്യൻസിന്റെ രജിസ്റ്റർ ആണ്, വേറെയാണ്, അതെടുത്തു തരാം. ഷെർലിന്റെ പേര് അത് മെറ്റേണിറ്റി രജിസ്റ്ററിൽ. ദാ ഇതിൽ സൈൻ ചെയ്തോളൂ. മോമിന്റെ ആ ഇളയമയില്ലേ, അവര് പറയുന്നത് ഷെർലിൻ അമ്മയാവാൻ പോവാണെന്നാണ്. ഡോക്ടർ പ്രീത, സൈൻ. ഓ യാ. ഭാവന മാഡം, ഇതില് ഷെർലിൻ എന്ന പേര് എഴുതിയിരിക്കുന്നേ. ഈ പെൺകുട്ടി അതോ, ഇവളുടെ കാര്യം ഞാൻ കുറച്ചു മുൻപ് ഡോക്ടറോട് പറഞ്ഞത്. ഒരു മര്യാദയുമില്ല, ഭയങ്കര അഹങ്കാരവുമാണ്. ഷേർലിൻ എന്ന പേരൊക്കെ കൊള്ളാം, പക്ഷെ സംസാരത്തിൽ ഒരു മര്യാദയും ഇല്ല. ഇതിന്റെ അർത്ഥം ഷെർലിൻ പ്രഗ്നന്റ് ആണെന്നാണോ? ചെറിയമ്മയുടെ ജഡ്ജ്മെന്റ് ശരിയായിരുന്നു. പൃഥ്വി ഒന്ന് കോൾ ചെയ്യട്ടെ. അമ്മയുടെ കോൾ. ഹലോ ഹലോ, ഷെർലിൻ. ചേട്ടാ, എനിക്കിവിടെ ഇറങ്ങണ്ട, വണ്ടി ഇവിടെ നിർത്തിയേക്ക്. സ്റ്റോപ്പ് എത്തിയെന്നോ? അമ്മ എവിടെയാ ഇപ്പോ? ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പുറത്താ ഉള്ളത്. ശരി, 1 മിനിറ്റ്. ഡ്രൈവർ, ഡിക്കിയിൽ എന്റെ കൊടയുണ്ട്, ഒന്ന് എടുത്തേക്കോ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അല്ല, മോം പറയുന്ന കേക്ക്. 1 മിനിറ്റ്. ഷെർലിൻ, നീ എന്താ വിചാരിച്ചു? നീ എന്നെ തടഞ്ഞ ഞാൻ അവിടെ നിൽക്കുമെന്നോ? മോളെ, നിനക്ക് തീരെ സുഖമില്ല. പിന്നെ ഞാനിപ്പോ ഹോസ്പിറ്റലിന്റെ പുറത്ത് തന്നെയുണ്ട്. നീ എന്നോട് ഒരു കാര്യം മാത്രം പറയും, നീ ഏത് ഡോക്ടറിനെ കണ്ടേ? ഞാൻ പോയി അവരോട് പേഴ്സണലി സംസാരിക്കട്ടെ? അയ്യോ, വേണ്ട 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 മോം, വേണ്ട. അമ്മ വണ്ടി തന്നെ ഇരുന്നോ. ഇൻഫാക്ട് ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ വെളിയിലെത്തി. എന്റെ ചെക്കപ്പ് കഴിഞ്ഞല്ലോ. ഡോക്ടർ പറഞ്ഞു ഞാൻ പൂർണ്ണമായും ഓക്കെ ആണെന്ന്, ഒരു പ്രോബ്ലം ഇല്ല. അമ്മ എവിടെയാ? ഞാൻ കണ്ടു. ഒരു കാര്യം ചെയ്, അമ്മ ഡോക്ടറെ കാണേണ്ട ഒരാവശ്യമില്ല. ഡോക്ടർ പറഞ്ഞത് ഞാൻ വളരെ ഫിറ്റ് ആണെന്ന്, പിന്നെ കുറച്ച് അസിഡിറ്റി ഉണ്ട്. ഞാൻ നിന്നെ കണ്ടു. നീ കാറിലിരിക്കുമല്ലേ? അതെന്തായാലും വളരെ നന്നായി, നിനക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പൊ നീ ശരിക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോയി ഷോപ്പിംഗ് ചെയ്യണം, രോഹിത്തിന്റെ ഫാമിലിക്ക് വേണ്ടി. എന്താ? പക്ഷെ എന്തിന്? മോളെ, നിന്റെ കല്യാണം ആകാൻ പോവല്ലേ? പിന്നെ ഞാൻ കവിതയോട് സംസാരിച്ചു. പിന്നെ അവൾ എന്നോട് പറഞ്ഞു ഇനി അധികം നാളൊന്നും ഇല്ലാന്ന്. എന്നിട്ടാണോ നീ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നേ? പറയുന്ന കേക്ക്. ഞാൻ എന്റെ വണ്ടി ഇവിടെ വിടുവാണ്, എന്നിട്ട് ഞാൻ നിന്റെ വണ്ടിയിലോട്ട് വരാം. എന്നിട്ട് നമ്മൾ ഇപ്പൊ തന്നെ ഷോപ്പിങ്ങിന് പോകുന്നു. ആൻഡ് ദാറ്റ്സ് ഫൈനൽ. ഓക്കെ മോം. ഡ്രൈവർ, നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തോളൂ. പൃഥ്വിക്ക് ഫോൺ ചെയ്യാം. ഐ ഹോപ്പ് അവന്റെ ഫോൺ ഓൺ ആണെന്ന്.
Sherlyn, baby. Excuse me. Yeah, tell me. എവിടെയാ നീ? ഓഫീസിൽ. ശരി കേക്ക്, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. I'm in a meeting. I can't talk to you right now. എനിക്കിപ്പോ നിന്നോട് സംസാരിക്കാൻ കഴിയില്ല. നിന്റെ ഫോൺ ഇന്നലെ രാത്രി മുതൽ ഓഫ് ആയിരുന്നില്ലേ? പിന്നെ എന്റെ സ്ലാം ബുക്ക് കിട്ടിയോ? പിന്നീട് പറയാം ഞാൻ. സമാധാനത്തെ കണ്ടിട്ട്. ഓക്കെയാണേ? ഫൈൻ, എന്നോട് സംസാരിക്കണ്ട. പക്ഷെ കറക്റ്റ് 1:30 ഹോസ്പിറ്റലിൽ എത്തണം. ഞാൻ ഗൈനക്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നീ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. Excuse me. നോക്ക് ഷെർലിൻ, എനിക്കറിയില്ല ഈ പ്രഗ്നൻസിയിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാമെന്ന്. കാരണം എനിക്ക് നിന്റെ കുഞ്ഞിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല, എന്റെ കയ്യിൽ അതിനുള്ള സമയവും ഇല്ല. സോ പ്ലീസ് എന്നെ നിന്റെ പ്രഗ്നൻസിയുടെ ഭ്രാന്തിൽ നിന്ന് അകറ്റി നിർത്തിയേക്ക്. ഡോണ്ട് ഗെറ്റ് മീ ഇൻവോൾവ് ഇൻ ദിസ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? കേക്ക്, നിനക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. പിന്നെ എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു തവണ ഇവിടെ വാ, അതിനുശേഷം ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയാം. അതായത് എനിക്ക് എന്താ പറയാനുള്ളത്. ഇനി നീ വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ ഓഫീസിൽ വന്നിരിക്കും. പിന്നെ അവിടെ വെച്ച് നമ്മുടെ ഇടയിൽ വഴക്കുണ്ടാവുമ്പോ എന്റെ പ്രഗ്നൻസിയുടെ കാര്യം വന്നാലുണ്ടല്ലോ, നിന്റെ ഓഫീസിലുള്ള എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ പറയരുത് ഞാൻ എപ്പോഴും ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നെന്ന്. ബേബി, ഇതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇത്രയ്ക്ക് അധികം സ്നേഹിക്കുന്നത്. അതായത് നിന്റെ സ്മാർട്ട്നെസ്സിനെ അഭിനന്ദിക്കാതെ പോയി. എന്തൊരു സ്മാർട്ടാണ് നീ. എങ്ങനെ നിനക്ക് കഴിയുന്നു എന്റെ തലയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ച് നിന്റെ കാര്യം സാധിക്കാൻ? പുകഴ്ത്തലൊക്കെ പിന്നെ മതി. ശരി കേക്ക്, അമ്മ വരുന്നുണ്ട്. നീ വരുന്നുണ്ടോ ഇല്ലയോ? Of course വരും. Because I don't have any other choice. Only for you. Okay, bye. പോ. ശരി. ഡോക്ടർ പ്രീത, എന്തു പറ്റി? എന്താ ആലോചിക്കുന്നത്? ഓക്കെ അല്ലേ? ഒന്നുമില്ല. ആക്ച്വലി ഒന്നും തന്നെ ഇല്ല. ഭാവന മാഡം, അത് നീ ആ പെൺകുട്ടിയെ പറ്റി പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു നിനക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. ഇഷ്ടപ്പെടാനായിട്ട് അവൾക്ക് ഒന്നുമില്ലായിരുന്നു. സമ്മതിക്കുന്നു, അവൾ വലിയ പണക്കാരിയാ. ഞാനാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നോളും എന്ന് വെച്ച് ഒരു കാര്യമില്ലാതെ ഇൻസൾട്ട് ചെയ്യണോ? റൈറ്റ്. ആക്ച്വലി അത് എനിക്ക് ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ അറിയാം. അത് അവളുടെ പേരും ഷെർലിൻ എന്നാ. അഥവാ ഞാൻ ആ പെണ്ണിന്റെ ഫോട്ടോ നിന്നെ കാണിച്ചാ നിനക്ക് അവളെ തിരിച്ചറിയാൻ കഴിയോ? യാ, ഓഫ് കോഴ്സ്. ഒരു മിനിറ്റ് നോക്ക്. ഇവളാണോ? അല്ല, ഈ കുട്ടിയല്ല. അല്ല, ഇതല്ല. ആക്ച്വലി അത് ടച്ച് സ്ക്രീനിന്റെ പ്രശ്നമാ. ഇതാ. ഇവൾ തന്നെ, ഈ ബ്ലൂ ഡ്രസ് ഇട്ട പെൺകുട്ടി. ഇവൾ തന്നെയാ ഷെർലിൻ. ഇന്ന് ഞങ്ങളുടെ മെറ്റർനിറ്റി ഡോക്ടർ ഇല്ലേ, ഡോക്ടർ സീമ, അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 1:30. ഇന്നലെയും ചെക്കപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ സീമ തന്നെയാണ് ചെക്ക് ചെയ്തത്. ഓ മൈ ഗോഡ്. ഇതിന്റെ അർത്ഥം ഷെർലിൻ എന്താ രാധിക എന്നോട് കള്ളം പറഞ്ഞെന്നാണോ? അപ്പൊ അവള് എല്ലാവരും ചതിച്ചതാണോ? തീർച്ചയായും ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലില്ല, വൈകില്ല. ദേ ഇപ്പൊ എത്തും. ഞങ്ങൾ ദേ ഒരു 10 മിനിറ്റ് ഇപ്പൊ എത്തും. ഓക്കെ, ബൈ. ഷെർലിൻ, നമ്മൾ നമ്പ്യാർ ഹൗസിലേക്കാണ് പോകുന്നത്. നമ്പ്യാർ ഹൗസോ? എന്തു പറ്റി? നീ എന്തിനാ വണ്ടി നിർത്തിയത്? അയ്യോ, അവിടെ കവിത നമ്മളെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് വേഗം എത്തണം. എനിക്ക് അമ്മയുടെ കൂടെ ഇപ്പൊ നമ്പ്യാർ ഹൗസിൽ വരാൻ പറ്റില്ല. നിനക്ക് വരാൻ പറ്റില്ലെന്നോ? എന്താ ഇപ്പൊ നീ ഇങ്ങനെ പറയുന്നേ? അയ്യോ, ഞാൻ ഇപ്പോഴല്ലേ കവിതയുമായി സംസാരിച്ചത്. അവള് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഇന്ന് ഒന്നിച്ച് കാപ്പിയൊക്കെ കുടിച്ച് വിവാഹത്തിന്റെ പ്ലാനിങ് ചെയ്യാം. എന്ത് രസമായിരിക്കും. പിന്നെ ആലോചിച്ച് നോക്ക്, അവൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല നമ്മൾ ഇത്രയധികം ഷോപ്പിംഗ് ചെയ്തെന്ന്. അവൾക്ക് വേണ്ടിയും രോഹിത്തിനു വേണ്ടിയൊക്കെ. നീ വാ, നമുക്ക് പോയിട്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കാം. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. എന്നാ അമ്മ പൊയ്ക്കോ, എനിക്ക് വരാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല? പ്രോബ്ലം എന്താ? നാളെ 1:30 മണിക്കുള്ള അപ്പോയിന്റ്മെന്റ് ഞാൻ തരാം. പക്ഷെ പ്ലീസ് ലേറ്റ് ആവാൻ പാടില്ല.
അത് എനിക്കൊരു ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ട് 1:30. എന്താ ഷെർലിൻ, നിന്റെ അമ്മ നിന്റെ കൂടെ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് നിന്റെ വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി വരുകയാണ്. പക്ഷെ നിനക്കപ്പോ നിന്റെ അപ്പോയിന്റ്മെന്റ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് വലുതുമാണോ? അയ്യോ, ഞാൻ പോയില്ലെങ്കിൽ ഭർത്താവിന്റെ വീട് പിന്നെ ഉണ്ടാവില്ല. എന്നുവെച്ചാ വട്ട് പിടിച്ചോ നിനക്ക്? എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അല്ല മോം, ആക്ച്വലി ഐ മീൻ ടു സേ അത് 1:30 വെഡിങ് പ്ലാനേഴ്സിനെ കാണാനുണ്ട്. അയിനോ നമ്പ്യാർമാർക്ക് സ്വന്തമായി വെഡിങ് പ്ലാനേഴ്സ് ഉണ്ട്. ബട്ട് നമുക്കും അങ്ങനെ ഉണ്ടാവണമല്ലോ, നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും നമ്മുടെ ഫംഗ്ഷൻസ് ശ്രദ്ധിക്കാനും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഇന്ന് ഞാൻ കാണാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കയ്യിൽ വളരെ ബ്രില്യന്റ് ഐഡിയാസ് ഉണ്ട്. പിന്നെ ഞാൻ ഇന്ന് ചെന്നില്ലെങ്കിൽ അവർ വേറെ ആരുടെങ്കിലും വെഡിങ് എടുക്കും. അപ്പം നമുക്ക് അവൈലബിൾ ആവില്ല. മോം, അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, കവിത എന്റെ അമ്മയോട് പറഞ്ഞതല്ലേ അത് എനിക്ക് വിവാഹത്തിന് എത്ര തിടുക്കമുണ്ടെന്ന്. അതുകൊണ്ടല്ലേ അവര് വിവാഹം പ്രീപോണ്ട് ചെയ്തത്. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്, അത് സന്തോഷത്തോടെ. എന്നിട്ടും അമ്മയ്ക്ക് എന്നെ ഡൗട്ടാണോ? ഐ ഫീൽ റിയലി ബാഡ്.